തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചിട്ട് എന്ത് ചെയ്യും? ഒരറിവും ഇല്ലല്ലോ. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോൾ മുങ്ങിയോ, നാട് വിട്ടോ? ജയിച്ചിട്ട് ഒരു അറിവും കാണുന്നില്ലെന്ന് ചോദിച്ചവർക്കുള്ള എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. ഈ റിംഗ് റോഡിന്റെ ഔട്ടർ എക്സ്റ്റെൻഡിൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ ഒരു പകുതി കിട്ടിയിട്ടുണ്ട്. കോർപ്പറേഷൻ അനുവദിക്കുകയാണെങ്കിൽ ഒരു 7 feet to 8 feet ഹൈറ്റിൽ ഒരു റണ്ണിംഗ് റാം, അത് പൂര ആസ്വാദകർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അങ്ങനെയുള്ളവർക്കെല്ലാം ചെറിയ എലിവേറ്റർ വെച്ച് അവരെ അല്ലാത്ത സമയത്ത് ഒരുപക്ഷെ സെക്കൻഡ് ഫ്ലോറിലുള്ള കടകളിലേക്ക് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ട്രാൻസാക്ഷന് കടക്കുന്നതിനുള്ള ഒരു ആക്സസ് മെത്തേഡും കൂടിയായിട്ട് ഇതിനടിയിൽ മുഴുവൻ നമുക്ക് വെയിൽ കൊള്ളാതെ ആർക്കെങ്കിലും ഒന്ന് ഫുട്പാത്തിലേക്ക് കയറി നിൽക്കുന്നതിനൊരു ഷെൽട്ടറും കൂടിയാവും. കോർപ്പറേഷനും ലോക്കൽ ബോഡി സെൽഫ് ഗവൺമെന്റും മുന്നോട്ട് പെർമിഷനുമായിട്ട് വരികയാണെങ്കിൽ അത് ചെയ്യാൻ തയ്യാറായി എൻ്റെ ഓയിൽ കമ്പനീസ് നിൽക്കുന്നുണ്ട്. മെഗാ പ്രോജക്റ്റുകൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സെൻട്രൽ ഫോറൻസിക് റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂരിന് തരാം. 12 ഏക്കർ സ്ഥലം സ്റ്റേറ്റ് ഗവൺമെന്റ് തരണം. എവിടെ തരും എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് പറയൂ. ചിങ്ങമാസത്തിൽ തറക്കല്ലിടാം. റെയിൽവേയെ സംബന്ധിച്ച് എവിടെ ചെന്നാലും ചോദിക്കുന്നത് കൂടുതൽ സ്റ്റോപ്പുകൾ, കൂടുതൽ ട്രെയിനുകൾ. നമുക്ക് നീളം ഒരിക്കലും വർദ്ധിപ്പിക്കാനൊക്കത്തില്ല. നീളം കേരളത്തിനൊരു നീളമുണ്ട്. പക്ഷേ വീതി വർദ്ധിപ്പിച്ച് കെട്ടി ഒരു 2 ലൈനും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു 25 അധിക ട്രെയിനുകൾ കൂടി നമുക്കിവിടെ ഓടാനായിട്ട് വരും. അതുപോലെ തന്നെ ഈ ട്രെയിൻ ഇവിടെയും കൂടെ നിർത്തണമെന്ന് പറയുന്ന സ്വാർത്ഥ മനോഭാവം കൂടി മാറണമെങ്കിലും അവരെ എല്ലാം സമാധാനപ്പെടുത്തുന്ന രീതിയിൽ സ്റ്റോപ്പുകളുടെ എണ്ണം കൂട്ടുന്നതിന് വീതി കൂടാതെ 2 എക്സ്ട്രാ ലൈനോട് ഇടാനുള്ള സ്ഥലം കൂടി സംസ്ഥാന സർക്കാർ എടുത്തു തരികയാണെങ്കിൽ ഇതൊന്നും മെഗാ പ്രോജക്റ്റ് അല്ലേ. അതുപോലെ തന്നെ മെട്രോ ഒരു സ്വപ്നമായിട്ടാണ്, വാഗ്ദാനമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. 2019 പറഞ്ഞതാണ്. അന്നൊരു 90% ആൾക്കാരും അവഹേളിച്ചവരാണ്. എവിടെയും ചോദിക്കുന്നുണ്ട്. അതിലേക്ക് കുൽസിതം നമുക്ക് മനസ്സിലാക്കും. ഇപ്പോൾ urban development മിനിസ്റ്റർ ട്രിവാൻഡ്രത്ത് വന്ന് നടത്തിയ അദ്ദേഹത്തിന്റെ പവർ ആൻഡ് urban development നടത്തിയ മീറ്റിംഗിൽ ഞാൻ ക്ഷണിക്കപ്പെട്ട അതിഥിയായിരുന്നു. അന്ന് വാക്ക് തന്നിരിക്കുന്നത് റാപ്പിഡ് റെയിൽ ട്രാൻസ്ഫർ സിസ്റ്റം RRTS. അതാവുമ്പോൾ 15 കിലോമീറ്ററിൽ ഒരു സ്റ്റേഷൻ മതി. മെട്രോയ്ക്കാവുമ്പോൾ 2 കിലോമീറ്റർ 3 കിലോമീറ്ററിനുള്ളിൽ ഒരു സ്റ്റേഷൻ വേണം. അങ്ങനെ ഒരു 5 വർഷത്തിനുള്ളിൽ കേൾക്കും. ചോദിച്ച സ്ഥിതിക്ക് മുഴുവൻ കേട്ടിട്ട് പോകണം. നിങ്ങൾ ഈ അന്തിച്ചർച്ചയിൽ ഇരുന്ന് ഓരോരുത്തരെ നല്ല കാര്യം പറയുമ്പോൾ മുടക്കി കളയുന്നത് പോലെ ഇവിടെ വന്ന് മുടക്കരുത്. ഇത് വടക്കുന്നാവിന്റെ ആണെങ്കിൽ ഇത് തൃശ്ശൂർക്കാരുടെയും MP-യുടെയും കൂടി ഗ്രൗണ്ടാണ്. അപ്പോൾ ആലുവയിൽ നിന്ന് നെടുമ്പാശ്ശേരി വരെ, പറ്റിയാൽ അങ്കമാലി വരെ കൊണ്ടുവരുന്നതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ബഹ്റാജി ഡൽഹിക്ക് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ അത് സാങ്ഷനായി അത് വരും. അങ്കമാലിയിൽ നിന്ന് RRTS ആയി പാലിയേക്കര ടോൾ പറ്റിയാൽ തൃശ്ശൂർ പട്ടണം ക്രോസ് ചെയ്ത് അമല ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോകാനുള്ള സ്വപ്നം ഇപ്പോഴും ഉണ്ട്. ഇതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ സ്റ്റേറ്റിന്റെ ഒരു ജൂറിസ്ഡിക്ഷനിലേക്ക് എത്തുമ്പോൾ സഹകരണം ഉണ്ടായാലും. കോട്ടയത്ത് പോകുമ്പോൾ ഇപ്പോഴും കാണാം വട്ടത്തിലൊരു സാധനം ഉണ്ടാക്കി. എന്തിനാ ഉണ്ടാക്കിയെന്ന് അവർക്ക് പോലും അറിയില്ല. ആകാശപാത എന്നൊക്കെ പറയുന്നുണ്ട്. അത് തുരുമ്പിച്ച് എന്നതിലും ആരുടെ തലയിലോ വണ്ടിയുടെ മണ്ടയിലോട്ട് വീഴുമ്പോൾ അത് മൊത്തം പൊളിച്ചു മാറ്റും. ആക്രിക്കാർക്ക് പോലും ഇവിടെ നടക്കുന്ന സാധനമുണ്ട്. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, തൃശ്ശൂർകാർക്ക് തെറ്റിയിട്ടില്ല. തൃശ്ശൂരുകാർ